കഥ കസേരകളി കഥകളി. ഈ ശബരിമല സർക്കാരിന് എന്നും പണിയാണ്. സർക്കാരിൻ്റെ പ്രതിച്ഛായ നന്നാക്കാൻ മുഖ്യനും സംഘവും ബസ്സുമായി ഇറങ്ങിയതാണ്. അങ്ങനെ ചുളുവിൽ പ്രതിച്ഛായ കൂട്ടണമെന്ന് അയ്യപ്പസ്വാമി അങ്ങ് തീരുമാനിച്ചു. പണ്ട് മലയാളികൾ മാത്രമാണ് പിണറായി സഖാവിനെ ചീത്ത വിളിച്ചിരുന്നത്. ഇന്നിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും തച്ചിൽ നിന്ന് ചീത്ത വിളിക്കുകയാണ്. മുൻകാലങ്ങളിലേക്കാൾ കുറച്ചുകൂടി സൗകര്യങ്ങൾ ഈ വർഷം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൈനാമിക് ക്യൂ സിസ്റ്റം, അതായത് 6 ക്യൂ കോംപ്ലക്സുകൾ, അതിൽ 18 കമ്പാർട്ട്മെൻറ്റുകൾ, ഏതാണ്ട് 4500 പേർക്ക് വിശ്രമിക്കുവാൻ കഴിയുന്ന സൗകര്യം. ഒരു കമ്പാർട്ട്മെൻറ്റിൽ 200-250 മാക്സിമം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. கவர்மெண்ட் இங்கே என்ன பண்ணுறாங்கன்றது இல்லை. பினராயி விஜயன் தான் டைரெக்டாக வரணும் போல். அவங்க என்ன பண்ணுறாங்கன்னு தெரியல. ഇവിടെയുള്ള ആൾക്കാർ ബസ്സിനകത്തായി പോയി, പകുതി വരെ ഇവിടെ ആയിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയി. എത്ര പെണ്ണുങ്ങൾ കുട്ടികൾ ഇവിടെ നിൽക്കുന്ന സായിമാര് ഇവരെ തോന്നിയാൽ ഇവിടെ നടക്കൂല. ശബരിമലയിൽ അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് ദേവസ്വം മന്ത്രി പറയുന്നത്. പിന്നെ തീർത്ഥാടകർ കൂടുതലായി എത്തുന്നതിൻ്റെ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്, അത്രമാത്രം. അതിനെ ഒന്നുകിൽ ഭക്തർ ആരും ശബരിമലയിലേക്ക് എത്താതിരിക്കുകയാണ് ബെസ്റ്റ് പരിപാടി. കാണിക്ക നൽകാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈനായി അയച്ചു കൊടുത്താൽ മതിയാവും. അതാവുമ്പോൾ സന്നിധാനത്ത് അധികം സൗകര്യങ്ങളും വേണ്ടതാനും സർക്കാരിന് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്യും. തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ 5ാമത്തെ പ്രാവശ്യം ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അവരെല്ലാം ഇപ്പോഴും വരുമ്പോൾ ഒരു പ്രത്യേക പൊക്കെ ഇറക്കി തരികയാണ്. ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, പിണറായി വിജയന്റെ സർക്കാർ ശബരിമലയെ ഒരു ദുരന്ത കളമാക്കി മാറ്റുവാൻ ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1.5 മണിക്കൂർ കുട്ടികൾ വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. തിരക്കുണ്ടാവും, എപ്പോഴും തിരക്കുണ്ടാവും. ആ തിരക്ക് എല്ലാ കാലത്തും തിരക്കുണ്ടായിരുന്നു. ആ തിരക്കിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പോലീസിനെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം പോലീസ് പരിചയസമ്പന്നരായ പോലീസുകാരില്ല എന്നാണ് അവരുടെ പരാതി. ദേവസ്വം ബോർഡ് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രസ്താവന എല്ലാവരെയും വിസ്മയിപ്പിച്ചു. അവധി ദിവസങ്ങളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും പോകരുത് എന്നാണ് പറയുന്നത്. അവനെ കൊണ്ട് പറ്റണതല്ല, അവന് പറയാൻ പറ്റുള്ളൂ. ഒന്നാമത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറിയണ്ടേ ആരാണ് ശബരിമല തീർത്ഥാടനം നടത്തുന്നത്? സ്വാമിയേ ശരണയ്യപ്പ. അത് ഭഗവതിയാ. ഭഗവതിയേ ശരണ രക്ഷിക്കണേ. അഡ്രസ് മാറി വിളിച്ചതിന് ക്ഷമിക്കണേ. സ്വയം പൊങ്ങിയും ക്ഷിപ്രകോപിയുമായ കാരണഭൂത വിഗ്രഹത്തെ ഒരു AC ഇട്ട വാഹനത്തിൽ ഇങ്ങനെ കേരളത്തിലെമ്പാടും ഊരു ചുറ്റിക്കുവാൻ വേണ്ടി, ആ വിഗ്രഹത്തെ, കാരണഭൂത വിഗ്രഹത്തെ ഊരു ചുറ്റിക്കുവാൻ വേണ്ടി കേരള സദസ്സ് എന്ന പേരിൽ, നവകേരള സദസ്സ് എന്ന പേരിൽ 2200 പോലീസുകാരെയാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയയിൽ കള്ളന്മാരുടെ ഭയങ്കര ശല്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 10-20 പോലീസുകാരെ ഇങ്ങോട്ട് ഏർപ്പാടാക്കണം. അവര് നിക്കട്ടെന്ന് കാവലിന്. അപ്പൊ കാരണഭൂത വിഗ്രഹത്തിന് 2200 പേരും ശബരിമലയിലേക്ക് ദർശനത്തിനെത്തുന്ന 1.5 ലക്ഷം മനുഷ്യന്മാർക്ക് 615 പോലീസും. ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാ വർഷവും ഉണ്ടാകുന്നതാണെന്ന് ദേവസ്വം പ്രസിഡന്റ് പറയുന്നു. വർഷം മുഴുവൻ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. തീർത്ഥാടന സമയത്ത് ഭക്തർ എത്തുമ്പോൾ മാത്രമാണ് പ്രശ്നം. അല്ല, ഇത് നിരന്തരമായി ഉണ്ടാകുന്ന പ്രശ്നമാണ്. എല്ലാ വർഷവും ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണിത്. അപ്പോൾ മുൻകാലങ്ങളിൽ നിന്നും ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒന്ന്, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പിന്നെ മാളികപ്പുറങ്ങൾ, നമ്മുടെ 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള മാളികപ്പുറങ്ങൾ ഒരുപാട് അങ്ങോട്ടേക്ക് വരുന്നു. അഭൂതപൂർവമായ ഒരു വർധന വന്നിട്ടുണ്ട്. വയസ്സായ അമ്മമാരുടെ അഭൂതപൂർവമായ ഒരു വർധന വന്നിട്ടുണ്ട്. അത് ചില സിനിമകൾ, നമുക്കറിയാലോ, ചില സിനിമകളും സീരിയലും ഒക്കെ ഉണ്ടാക്കിയ ഒരു പ്രചോദനമാണ്. പിന്നെ അവർ വലിയ ആത്മാർത്ഥമായ അയ്യപ്പനോടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് വരുന്നത്. സ്വയം ഒന്ന് നിയന്ത്രിക്കാൻ ഭക്തർ തയ്യാറാകുകയാണെങ്കിൽ മറ്റ് ഭക്തർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം. എന്തേട്ടോ ഉണ്ടോക്കി കാണിക്കരുത്. ഇല്ല ഏട്ടോ. ഫുഡ് ഒന്നുമില്ലേ? ഫുഡ് ഒന്നുമില്ല, എല്ലാ കടയും ക്ലോസ്. എങ്ക ഫുഡ് കിടക്കും, ടീ കൂടെ കുടിക്കില്ല. ഈ അയ്യപ്പ ഭക്തരെ കണ്ണീരിലാഴ്ത്തുമ്പോഴും പിണറായി വിജയൻ ഇന്ന് രാവിലെയും മപ്പാസും അതുപോലെ തന്നെ നല്ല സ്റ്റൂവും എല്ലാം കൂട്ടി നല്ല പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരുടെ സംഘം. കൊളസ്ട്രോൾ ഒരു വശത്തൂടെ കൂട്ടുന്നു, മറുവശത്തൂടെ പ്രഭാത സവാരിക്ക് വേണ്ടി കുറയ്ക്കുന്നു. ഈ അയ്യപ്പ ഭക്തന്മാർ, അവിടെ ക്യൂവിൽ നിൽക്കുന്ന പ്രായമായ സ്ത്രീകൾ, പ്രായമായ പുരുഷന്മാർ, കൊച്ചുകുട്ടികൾ, അവർ പറയുന്ന ഒരു ബിസ്ക്കറ്റ് എങ്കിലും തരൂ എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികൾ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ വരുന്ന കൊച്ചുകുട്ടികൾ അടക്കമുള്ള ആളുകൾ കരയുന്ന കാഴ്ച വളരെ വേദനയോട് കൂടിയിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായിട്ട് ശബരിമലയെ രാഷ്ട്രീയ പ്രേരിതമാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ്. അത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് മാറി മാറി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് നല്ല ഭക്തരായിട്ടുള്ള ആളുകൾ നല്ല ഭക്തർ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ രാഷ്ട്രീയം പറയില്ല. മനസ്സിലാക്കി കളഞ്ഞല്ല.